സമ്പത്തുണ്ട്. എന്നാൽ ഇന്ന് മൃതപ്രായനായി കിടക്കുന്ന ഞങ്ങളുടെ സഹോദരന്റെ ജീവനെ അവന്റെ കിടക്കയിൽ നിന്ന് ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ അനശ്വരമായ സമ്പത്തുകളൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഈ ലോകത്തിൽ ഒന്നിലും ആശ്രയം വെക്കാൻ കഴിയില്ല എന്നാണ്. ആശ്രയം വെക്കാൻ കഴിവുള്ളവൻ ഒരു മാത്രമേ ഉള്ളൂ, അവൻ യേശുവാണ്. നോക്ക്, 57-ാം സങ്കീർത്തനം. 57-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ സാഹചര്യമുണ്ട്, അതൊന്നും വർണ്ണിക്കുന്നില്ല. എന്നാൽ ആ 57-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ഒന്ന് കാണണം. അവിടെ പലവിധമായ ജീവിത സാഹചര്യങ്ങളുണ്ട്. ദാവീദ് പറയുകയാണ്, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. ഞാൻ പല്ല്, കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ അവർ എന്റെ കാലുകൾക്ക് വല വിരിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. നോക്ക്, ഇടിഞ്ഞതായ മനസ്സ്, നിരാശയുടെ മനസ്സ്. എന്നാൽ 57-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, എന്റെ ദൈവമേ എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ ഒന്നെന്ന് അവൻ പറയുകയാണ്, ആപത്തുകൾ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. ഇനിയും ഇവന്റെ ബാക്കി ഒന്നും വെക്കരുത്. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. പല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ അവർ എന്റെ കാലുകൾക്ക് വല വിരിച്ചിരിക്കുന്നു. ഐ കനോട്ട് മൂവ് ഫോർദർ. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല ദൈവമേ. എങ്ങനെ മുൻപോട്ട് പോകും? അവർ എന്റെ കാലുകൾക്ക് വല വിരിച്ചിരിക്കുകയാണ്. ഈ വല വിരിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. എന്റെ മനസ്സിടിഞ്ഞിരിക്കുകയാണ്, നിരാശയാണ്. എന്നാൽ ഈ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് ഒരു പുത്തൻ ഉണർവിന്റെ സംഘഗാനം പാടുകയാ. ദാവീദ് പറയുന്നു, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. My heart is steadfast. My heart is steadfast. Oh God, I will sing and I will praise. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്തുകൊണ്ടാ അങ്ങനെ സാധിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ഭൗതികതയിലല്ല ആശ്രയിച്ചത്, അവന്റെ ചിറകിൻ നിഴലിൽ. അതാണ് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് അതിന് കാരണം? ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. കണ്ടോ, ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു വലിയ അനുഭവമാണ് ഈ ലോകത്തിൽ. When you don't have anything in this material world to hope for, the wings of the Almighty God is there to hope for. ഇനിയും 5-ാമതായി ഇവിടെ ഈ വേദപുസ്തക ഭാഗത്തു നിന്ന് കാണുവാൻ സാധിക്കുന്നത്, when no one is there to comfort you and speak friendly, softly and gently, Christ is there to comfort you, and he is there to speak friendly, softly and gently. ആരും നിന്റെ അടുത്ത് വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, നിന്നോട് ഒന്ന് മൃദുവായി സംസാരിക്കുവാൻ ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നോട് മൃദുവായി സംസാരിക്കുന്നവൻ എൻ്റെ യേശു മാത്രമാണ്. ഇവിടെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയുമല്ല, ഞാനൊരു പരദേശിയാണ്. ഞാൻ നിന്റെ അടുത്ത് വരാൻ പോലും യോഗ്യതയുള്ളവളല്ല. ദൈവമക്കളുമായി കൂട്ടായ്മ ചേരാൻ എൻ്റെ വംശത്തിന് അർഹതയില്ല. ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയുമല്ല. എന്നു വരികലും
നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയവായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. കണ്ടോ? When no one is there to comfort you, when no one is there to speak friendly, softly, gently, Christ is there. യേശു അവിടെയുണ്ട്. നോക്ക്, നയീൻ എന്ന പട്ടണത്തിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഒരു ഫ്യൂണറൽ പ്രൊസഷനാണ്. ഒരു വിധവയായ സ്ത്രീയുടെ ഏക മകൻ. വിധവയായ സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ജീവിതത്തിലെ ആശ്രയം അറ്റുപോയതാ. ആരാണിനിയും ഒന്ന് തുണയ്ക്കുന്നത്? ആ തുണ ഈ ഏക മകനാണ്. ഈ ഏക മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഫ്യൂണറൽ പ്രൊസഷൻ കടന്നു പോകുമ്പോഴാണ് യേശു അതിനെ അഭിമുഖീകരിക്കുന്നത്. ആരും യേശുവിനോട് ഒന്നും പറഞ്ഞില്ല. പോയി അവനെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കൊണ്ടുവരണമെന്ന്. എന്നാൽ ജീസസ് ക്രൈസ്റ്റ് അണ്ടർസ്റ്റുഡ് ദ മൈൻഡ് ഓഫ് ദാറ്റ് വിഡോ. ആ വിധവയുടെ മനസ്സിലാക്കിയ യേശു അവളുടെ ചുറ്റും ആരൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ അവർ ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസങ്ങളൊന്നും ആത്യന്തികമല്ല, താൽക്കാലികം. എന്നാൽ ആത്യന്തികമായി ആശ്വാസം കൊടുക്കാനുള്ളവൻ ക്രിസ്തുവാനും. അവൻ അങ്ങോട്ട് വരികയാണ്. അവൻ ആ മഞ്ചത്തിൽ തൊട്ടു. എന്നിട്ട് വിധവയോട് പറയുകയാണ്, നീ കരയണ്ട. കണ്ടോ? എൻ്റെ യേശുവിൻ്റെ ഇടപെടലുകൾ ഇങ്ങനെയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നാം മുൻപോട്ട് പോയ ദിനങ്ങളിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന്, മകനെ മകളെ നീ കരയണ്ട, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം, അവൻ എന്നെ ആശ്വസിപ്പിച്ചത് മറക്കാൻ കഴിയുമോ പ്രിയ ദൈവ പൈതലേ? സ്തോത്രം. മറക്കാൻ കഴിയില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയും, എൻ്റെ കണ്ണിൽ നിന്നും മുതിർന്നു വീണ കണ്ണുത്തുള്ളികളെ അവന്റെ കരങ്ങളിൽ വഹിച്ച്, മകനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിച്ച ദൈവിക സാന്നിധ്യം ഞാൻ ക്രിസ്തുവിൽ കണ്ടിട്ടുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ അവൻ അടുത്തേക്ക് വരുന്നവനാണ്. ആ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനാണ്. പറയുക, കരയണ്ട. അവൻ ആ മഞ്ചം തൊട്ടു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. മരണത്തിന്റെ അനുഭവത്തിൽ നിന്നും ജീവന്റെ അനുഭവത്തിലേക്ക്. എന്നിട്ടും യേശു അവിടെ തീർത്തില്ല. ഈ ഏക മകനെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നോക്ക്, when no one is there to comfort me, when no one there is there to help me, to talk friendly and gently and softly, Jesus is there. നോക്ക്, ഏലിയാവിന്റെ ജീവിതത്തിലും ആ ചൂരച്ചെടിയുടെ തണലിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് അവൻ മരിപ്പാൻ ആഗ്രഹിച്ചു. അവൻ പ്രാർത്ഥിച്ചു, ഓ ലോർഡ്, യു ടേക്ക് അവേ മൈ ലൈഫ്, ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ആൻസിസ്റ്റേഴ്സ്. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, എന്റെ ജീവനെ എടുത്തുകൊള്ളണം. നിരാശയുടെ പടുകുഴിയിലാണ് ഏലിയാവ്. ശക്തനായ പ്രവാചകനാണ്. A person who experienced the power of the Almighty become powerless. A person who experienced the fellowship of the Almighty become lonely. അവൻ തകർന്നു പ്രാർത്ഥിക്കുകയാണ്. അവൻ ഉറങ്ങിയിട്ടുണ്ട് അവിടെ. ദൈവദൂതൻ അവനെ തൊട്ടു. ഉണർന്നു നോക്കിയപ്പോൾ തലയിൽ കനലിൽ ചുട്ട
ഒരടയും ഒരു തുരുത്തി വെള്ളവും അവൻ തിന്നു, കുടിച്ചു, വീണ്ടും കിടന്നു. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ അവനെ തൊടുകയാ. എത്ര അനുഗ്രഹമാണത്! ഒരു പ്രാവശ്യം തൊട്ടു, എന്നിട്ട് മതിയായോ? ഇല്ല, രണ്ടാമത്തെ തൊടലും. My God, my Christ is the God of second touch too. ഒന്നാമത്തെ തലോടലിലും നിനക്ക് അവനെ മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ സ്പർശനവും തരാൻ അവൻ തയ്യാറാ. My Christ is the Christ who touched twice, thrice. നീ അറിയുന്നത് വരെ നിന്റെ സ്പർശിക്കുന്നവനാ. അവൻ എഴുന്നേറ്റു. അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അവൻ എഴുന്നേറ്റു, തിന്നു, കുടിച്ചു. 40 രാവും 40 പകലും സഞ്ചരിച്ചു. പിന്നൊന്നും അവന് കിട്ടിയില്ല. പക്ഷേ കിട്ടിയത് എവിടെ നിന്നാ? ബൈ ദി ടച്ച് ഓഫ് ദി ഓൾമൈറ്റി. ആ 40 രാവും 40 പകലും സഞ്ചരിച്ച് ഹോരേബിൻ്റെ പർവ്വതത്തിലെത്തി. ഒരു ഗുഹയിൽ കിടന്നു. അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം. അവനോട് ചോദിക്കുകയാണ്, നിനക്കിവിടെ എന്താ കാര്യം? ഞാനാണല്ലോ നിന്നെ നിയോഗിക്കുന്നത്, ഞാനിവിടെയുണ്ട്. അവൻ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ദൈവത്തെ കാണാൻ. വലിയ ഭൂകമ്പം, ഭൂകമ്പത്തിലില്ല. വലിയ കാറ്റ്, അതിലില്ല. തീയ്, അതിലില്ല. ഒരു മൃദുസ്വരം. നിനക്കിവിടെ എന്ത് കാര്യം? നിന്റെ ജീവൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മൃദുസ്വരം നൽകി നിന്നെ മൃദുവായി സ്പർശിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അവനോട് പറയുകയാണ്, നീ ഇനിയും ഹസായേലിനെ ആരാമിന് രാജാവായി വാഴിക്കണം, യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി വാഴിക്കണം, എലീശായെ നിനക്ക് പകരം പ്രവാചകനായി നിയോഗിക്കണം. ആരാ? ചൂരച്ചെടിയിൽ കിടന്ന്, അതിൻ്റെ നിഴലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ച ഏലിയാവിനെ തൊട്ടുണർത്തി പറയുകയാണ്, നീ ഇനിയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും നിയോഗിക്കേണ്ടവനാണ്. എൻ്റെ ഇഷ്ടം നിന്നിൽ പൂർണ്ണമായി നിറവേറ്റിയിട്ടില്ല, ഇനിയും നിറവേറുവാൻ ഇരിക്കുന്നതേയുള്ളൂ. രൂത്ത് പറയുകയാണ്, ബോവസേ, ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ലാത്ത ഈ ഇടത്തിൽ നീ എന്നെ ആശ്വസിപ്പിക്കുവാനുണ്ടല്ലോ. നീ എന്നോട് ഹൃദ്യമായി മൃദുലമായി സംസാരിക്കാനുണ്ടല്ലോ. എൻ്റെ യേശുവേ, ഈ ലോകത്തിൽ ഞാൻ അങ്ങനെ ആകുമ്പോൾ എന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം, എന്നെ മൃദുലമായി തൊടുന്ന യേശുവിൻ്റെ സ്പർശനം, അതൊരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. ഇനിയും 6-മതായി പറയുകയാണ്, an uninvited person out of her life vulnerability came to the field in search of some food grains, but now she is invited by the master. കണ്ടോ? She is an uninvited person. ജീവിതത്തിൻ്റെ ദുരവസ്ഥകളുടെ മധ്യത്തിൽ, ജീവിതത്തിൻ്റെ ദുർഘട സന്ധികളിൽ അതിനെ തരണം ചെയ്യുവാൻ ബേഥലേഹേമിലേക്ക് വന്ന് ആ വീട്ടിൽ ഒന്ന് വിശ്രമിക്കുവാൻ പോലും തയ്യാറാകാതെ, ആഹാരത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് അമ്മാവിയമ്മയുടെ അനുവാദവും വാങ്ങി ഏതെങ്കിലും വയലിൽ ആരെങ്കിലും കൊയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വീഴുന്നതായ നെൽമണികൾ പിറക്കിയെടുക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത് സഹനത്തിന്റെ മുള്ളുകളും പേറി ഈ രൂത്ത് എന്ന പെൺകുട്ടി യാത്രയാകുകയാണ്. ചെന്നത് ബോവസിന്റെ വയലിലാണ്. ആരും ക്ഷണിച്ചു വന്നവളല്ല,
She is an uninvited person out of her life vulnerability. ജീവിതത്തിന്റെ ദുരവസ്ഥകളുടെ മധ്യത്തിൽ, ദുർഘട അനുഭവങ്ങളുടെ മധ്യത്തിൽ, she came to the world in search of some food grains. നെന്മണികൾ തേടി വന്നവള. But now she is invited. അവളെ സ്വാഗതം ചെയ്യുകയാണ്. അതാണ് ഈ വേദപുസ്തകത്തിന്റെ സൗന്ദര്യം. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത്. യഹൂദന്മാരുടെ ന്യായപ്രമാണ പ്രകാരം വയലിൻ്റെ അരികുകളിലും കൊയ്ത്തുകാരുടെ പുറകിലും നിന്നാണ് പെറുക്കാനുള്ളവർക്ക് പെറുക്കാൻ ഉള്ള അനുവാദം. എന്നാൽ ഇവിടെ ഇതാ പെറുക്കാനായി വന്നിരിക്കുന്ന ഈ രൂത്ത്, ഈ ബോവസ് അവളെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഷീ ഈസ് an uninvited person. Out of her life vulnerability came to the field in search of some food grains. എന്നാൽ ജീവന്റെ ഉടയവനായ ദൈവം അവളെ ഭക്ഷണ മേശയിലേക്ക് വിളിക്കുകയാണ്. Come and have the dinner. Come and have the breakfast. നീ ഭക്ഷണം കഴിക്കുവാൻ വരിക. എൻ്റെ യേശു അവൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നതാ. ജീവിതത്തിന്റെ ദുരവസ്ഥകളുടെ മധ്യത്തിൽ, ജീവിതത്തിന്റെ ദുർഘട അവസ്ഥകളിൽ, ഒരിക്കലും ക്ഷണിക്കപ്പെടാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എന്നെ ക്ഷണിക്കുന്നവൻ അവൻ യേശു മാത്രമാണ്. നോക്കൂ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. പരീശന്റെ വീട്ടിൽ യേശുവിനെ അത്താഴത്തിനായി ക്ഷണിച്ചിരിക്കുകയാണ്. എല്ലാവരുമുണ്ട്. എന്നാൽ അവിടെ ഒരു സ്ത്രീ, ആരും ക്ഷണിച്ചിട്ട് വന്നവളല്ല. ഷീ ഈസ് an uninvited person. ആ വീട്ടിൽ അങ്ങനെ വന്നവൾ അവൾ മാത്രമേ ഉള്ളൂ. അവൾ യേശുവിൻ്റെ പുറകിൽ നിന്നു. ഇവിടെ സാഷ്ടാംഗം വീണു എന്ന് പറഞ്ഞതുപോലെ അവൾ യേശുവിൻ്റെ പുറകിൽ നിന്നു. ഷീ ഈസ് നോട്ട് വർത്തി ടു സ്റ്റാൻഡ് ബിഫോർ ജീസസ്. അവളുടെ കണ്ണുനീരുകൾ കൊണ്ട് യേശുവിൻ്റെ കാലുകൾ നനച്ചു, തലമുടികൾ കൊണ്ട് ആ പാദം തുടച്ചു, ആ പാദത്തിൽ ചുംബിച്ചു. ഇത് കണ്ടപ്പോൾ ആ പരീശൻ ശീമോൻ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചു, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ ആരായിരുന്നു എന്ന് അവന് മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ യേശു ശീമോനെ വിളിച്ചിട്ട് പറയുകയാണ്, ശീമോനെ, നീ ഈ സ്ത്രീയെ കാണുന്നുവോ? ഇതുവരെ ശീമോന്റെ മനസ്സിൽ സ്ത്രീയെ അല്ല കാണുന്നത്, അവൾ ചെയ്തതായ അപരാധങ്ങളെയാണ്. എന്നാൽ യേശു പറയുകയാണ്, നീ ഈ സ്ത്രീയെ കാണുന്നുവോ? അവിടെ അവളുടെ ജീവിതത്തിന് ഒരു സമൃദ്ധിയായ ജീവനാണ്. 500 താലന്ത് കടപ്പെട്ടവൻ, 50 താലന്ത് കടപ്പെട്ടവൻ, 2 പേർക്കും യജമാനൻ ഇളച്ചു കൊടുത്തു. ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം യജമാനനോട്? ഉത്തരം പറഞ്ഞു, 500 ഇളച്ചു കിട്ടിയവന്. ഇവൾക്കധികമായി ഇളച്ചു കിട്ടിയിരിക്കുന്നു, അധികമായി ഇവൾ എന്നെ സ്നേഹിക്കുന്നു. She was an uninvited person. ആരും സ്വാഗതം ചെയ്തിട്ട് വന്നവളല്ല. ഇവിടെ ഇതാ രൂത്തും ആരും ക്ഷണിച്ചിട്ട് വന്നതല്ല. But Boaz, Jesus Christ is inviting her to share the lunch table or breakfast table. എന്തുമായിക്കൊള്ളട്ടെ, അവിടെ അവൾക്കൊരു ക്ഷണം ലഭിക്കുകയാണ്. ആ ക്ഷണമാണ് നമ്മൾക്കെല്ലാവർക്കും ഓരോ വിശുദ്ധ കുർബാനയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Come and have the breakfast with me, with my body and with my blood. എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ രക്തത്തിൻ്റെയും അനുഭവത്തിൽ നിങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് ശക്തരാകണം, ബലമുള്ളവരാകണം. 7-ാമത്തെ അനുഭവം പറയട്ടെ. In my nothingness,
Something is specially made for me by the Master. In my nothingness, something is specially made for me by the Master. വിശക്കുന്നവൻ്റെ അപ്പമാണ്, ആഹാരമാണ് ദൈവത്തിൻ്റെ കരുതൽ. ഏലിയാവിന് കാക്കയിൽ നിന്ന് അപ്പവും ഇറച്ചിയും കൊടുത്ത ദൈവം ചെങ്കടൽ കടന്ന് മരുഭൂമി യാത്രയിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ മാറായെ മധുരമാക്കിയ ദൈവം ഏലീമിൽ അവർക്ക് വേണ്ടി 12 ജലാശയങ്ങളും 70 ഈന്തപ്പനകളും, അതുമാത്രമല്ല അവർക്ക് വസിക്കുവാൻ നദീതീരങ്ങളും ഒരുക്കിയ ദൈവത്തിൻ്റെ സാന്നിധ്യം. സംതിങ് ഈസ് സ്പെഷ്യലി മെയ്ഡ് ബൈ ദി മാസ്റ്റർ. യജമാനനാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഈ ഭാഗം വായിക്കുമ്പോൾ ബോവസ് പറയുകയാണ്, മകളെ കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക. ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം പെടഞ്ഞിട്ടുണ്ടാകണം. കാരണം വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്നും വിശ്രമമില്ലാതെ വയലിലേക്ക് അപ്പമുണ്ടാക്കുവാൻ വേണ്ടി നെൽമണി ശേഖരിക്കുവാൻ ഇറങ്ങി തിരിച്ചവളാണ്. അവളുടെ കയ്യിൽ ഒരപ്പക്കഷ്ണം പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മകളെ അപ്പക്കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളാൻ പറയുമ്പോൾ അവളുടെ ഹൃദയം പെടഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ ഈ അപ്പക്കഷ്ണം ആ ചാറ്റിൽ മുക്കുന്നത്? അപ്പക്കഷ്ണമില്ലാത്ത എനിക്കെങ്ങനെ ഈ ചാറ്റിൽ എൻ്റെ അപ്പക്കഷ്ണങ്ങളെ മുക്കാൻ പറ്റും? സാധ്യം അല്ല. ഒരിത്തിരി അപ്പക്കഷ്ണം പോലുമില്ലാത്തവൾ. നോക്ക്, അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹ പ്രഭ ചൊരിയപ്പെടുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ അവൾക്ക് മലർ കൊടുത്തു. മലർ എന്ന് പറയുന്നത് കനാന്റെ ഏറ്റവും വിലയേറിയ സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അവൻ അവൾക്ക് മലർ കൊടുത്തു. അപ്പക്കഷ്ണമല്ല കൊടുത്തത്. കനാന്റെ ഏറ്റവും ഉന്നതമായ സ്വാദിഷ്ടമായ ഭക്ഷണം അവൾക്ക് കൊടുത്തു. മലർ അവർക്ക് കൊടുത്തു. ഇത് യജമാനൻ അവൾക്ക് കൊടുക്കുകയാണ്. മറ്റാരുടെ കൈകളിൽ നിന്നുമല്ല അത് ലഭിക്കുന്നത്, അത് യജമാനൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. മറ്റാരുടെ കൈവശം കൊടുത്തയക്കുകയുമല്ല, എറിഞ്ഞു കൊടുക്കുകയുമല്ല. യജമാനൻ്റെ സ്വന്തം കൈയാൽ തന്നെ അതെനിക്ക് ലഭിക്കുകയാണ്. ഇൻ മൈ നത്തിങ്നെസ് something is made specially for by master. എൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മയിൽ എനിക്ക് വേണ്ടി അവൻ ഏറ്റവും മേന്മയേറിയത് നൽകിയിരിക്കുന്നു. ഇനിയും ഒരു കാര്യം കൂടി പറയട്ടെ, എന്തിനാ എനിക്ക് ഒന്നുമില്ലായ്മ വരുത്തിയതെന്നറിയാമോ? അവൻ നേരിട്ട് അവൻ്റെ വിലയേറിയത് എനിക്ക് തരാനാ. മനസ്സിലായോ? എന്തിനാ എനിക്ക് ഒന്നുമില്ലായ്മ വരുത്തിയത്? അവൻ്റെ നന്മ അവൻ എനിക്ക് നേരിട്ട് തരാൻ വേണ്ടിയാണ്. In my nothingness, my master had made something. My master made something specially for me. അതാർക്കും അപഹരിച്ചു കളയാൻ പറ്റില്ല. നോക്ക്, അതിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളിൽ പറയുന്നു, if you come to the field depending upon the power of the Almighty God, then He will give you some special privileges. ചില പരിഗണനകൾ, അനുഗ്രഹീതമായ പരിഗണനകൾ അവൻ നിനക്ക് തരും. അത് ലോകം തരുന്ന പരിഗണനയല്ല കേട്ടോ.
ഇവിടെ നോക്ക്, അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് ബാലിക്കാരോട്, അവൾ കറ്റയുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. യഹൂദ ന്യായപ്രമാണം അനുശാസിക്കുന്നത് പിറക്കുന്നവൻ, ധ്യാനമണികൾ പിറക്കുന്നവൻ കൊയ്ത്തുകാരുടെ പിറകെ നടന്ന് പിറക്കണം. 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അതാണ് രൂത്ത് ചെയ്യുന്നത്. ആ വയലിലേക്ക് ചെന്ന് കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് അവൾ പിറക്കുകയാണ്. എന്നാൽ അത്യുന്നതന്റെ ചിറകിൻ നിഴലിൽ ശരണം വെച്ച് വന്നിരിക്കുന്ന ആ രൂത്തിന്റെ ഇപ്പോഴത്തെ ജീവിത അനുഭവം മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ബോവസ് പറഞ്ഞു, കറ്റകളുടെ ഇടയിൽ തന്നെ അവൾ പെറുക്കിക്കൊള്ളട്ടെ, അവൾ പെറുക്കേണ്ടതിനു വേണ്ടി കറ്റകളിൽ നിന്ന് നിങ്ങൾ വലിച്ചിട്ടേക്കണം. സം സ്പെഷ്യൽ പ്രിവിലേജ്. ആർക്കാ? അത്യുന്നതന്റെ ചിറകിൻ നിഴലിൽ ശരണം വെച്ച് വന്നിരിക്കുന്നവർ. എൻ്റെ ദൈവമേ, എത്ര സ്തോത്രം കരയറ്റണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ ചുങ്കത്തറയുടെ പ്രദേശത്തേക്ക്, ഈ മലബാറിന്റെ പ്രദേശത്തേക്ക് നമ്മൾ കടന്നു വന്ന നാൾ മുതൽ ഇപ്രകാരം കറ്റകളുടെ ഇടയിലും പിറക്കുവാൻ തക്കവണ്ണമുള്ള ആ സ്പെഷ്യൽ പ്രിവിലേജ് അവൻ നമുക്ക് തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം കരയറ്റണം പ്രിയ മക്കളെ. അവൻ നടത്തിയ വഴികൾ അവൻ്റെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിലേക്ക് വരികയാണ്. 9-ാമത്തെ പോയിന്റാണ്. അതിതാണ്: The Almighty God who sustain and provide will sustain and provide me beyond my expectations. എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായി എന്നെ പരിപാലിക്കുന്ന, എന്നെ നിലനിർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രതീക്ഷകൾക്കും എന്റെ പരിമിതികൾക്കും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് എന്നെ പരിപാലിക്കുന്ന ദൈവം, എന്നെ നിലനിർത്തുന്ന ദൈവം, എന്നെ പുലർത്തുന്ന ദൈവം. നോക്ക്, അവൾ പെറുക്കിയതൊക്കെ മെതിച്ചു. മെതിച്ചതിന് ശേഷം അത് അളന്നു നോക്കിയപ്പോൾ ഒരു പറയുണ്ട്. നിങ്ങൾ നോക്ക്, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും താന്താങ്ങൾക്ക് ഒരിടങ്ങഴി വീതം പറക്കിക്കൊള്ളണം. 6-ാം ദിവസം 2 ഇടങ്ങഴി പറക്കിക്കൊള്ളണം. കാരണം ഞായറാഴ്ച സ്വസ്ഥ ദിവസം നിങ്ങൾക്ക് കിട്ടത്തില്ല. 6-ാം ദിവസം നിങ്ങൾ 2 ഇടങ്ങഴി പറക്കിക്കൂ. അത് അടുത്ത ദിവസത്തേക്ക് കൂടിയാണ്. ഒരിടങ്ങഴി. അങ്ങനെയാണെങ്കിൽ ഈ രൂത്തിനും ബോവസിനും ആ ദിവസം വേണ്ടിയത് 2 ഇടങ്ങഴിയാണ്. എന്നാൽ അവൾക്ക് ലഭിച്ച നെൽമണികൾ അതെല്ലാം പാകപ്പെടുത്തി അളന്നു നോക്കിയപ്പോൾ ഒരു പറയുണ്ട്. ആ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു നാഴി, ഒരു പറ എന്ന് പറയുന്നത് 10 നാഴിയാണ്. എൻ്റെ ആഗ്രഹം 2 നാഴിയാണ്. എന്നാൽ ഇവിടെ പറയുന്നു ഞാൻ 2 നാഴിക്ക് വേണ്ടി ആഗ്രഹിച്ചത്. എന്നാൽ ഇപ്പോൾ പറയുകയാണ് എനിക്കൊരു പറ ലഭിച്ചിരിക്കുന്നു. ഇത്ര അമിതമായി എന്നെ കരുതുന്ന എൻ്റെ ദൈവം, ഇത്ര കരുണയോടെ എന്നെ പുലർത്തുന്ന ദൈവം,
ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കുമ്പോൾ, ഞാൻ വിലയിരുത്തുമ്പോൾ, ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ആശവയ്ക്കുന്നതിലുമൊക്കെ അധികമായി എന്നെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയതാണ്. എൻ്റെ പിതാവ്, എൻ്റെ ഭവനം സാമ്പത്തികമായി വളരെ മുന്നോട്ട് നിന്ന ഒരു ഭവനം തന്നെയാണ്. ഞങ്ങൾ വീട്ടിൽ 4 ആൺമക്കളും ഒരു സഹോദരിയുമാണ്. ഞങ്ങൾ കൊച്ചിയിലായിരിക്കുമ്പോൾ എൻ്റെ സഹോദരി മാർത്തോമ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അവൾ സഹോദരിയാണ് ഏറ്റവും മൂത്തത്. പിന്നെ ഞങ്ങൾ 4 ആൺമക്കൾ. രാവിലെ 4 ആൺമക്കളെയും കൊണ്ട് ഒരു കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ അവിടെ ഗുജറാത്തി സ്കൂൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ മൂത്ത 2 സഹോദരന്മാർ അവിടെ തിരുമല ദേവസ്വം സ്കൂൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നു. ഞാൻ അന്ന് ഈ തിരുമല ദേവസ്വം സ്കൂൾ തന്നെ ഒരു പ്രൈമറി ഉണ്ട്, LP സ്കൂളുണ്ട്, ലോവർ പ്രൈമറി. ഞാൻ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അപ്പോൾ രാവിലെ ഡ്രൈവർ വന്ന് കാറിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ സ്കൂളിൻ്റെയും മുൻപിലാക്കി കൊണ്ടുപോകും. തിരികെയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞാൻ 7th 8th പ്രവേശിക്കുന്ന സമയം എൻ്റെ പിതാവ് ഒരു സാമ്പത്തിക തകർച്ചയെ നേരിട്ടു. ബിസിനസ് രംഗത്ത് ഒരു വലിയ സാമ്പത്തിക തകർച്ച. എല്ലാം നഷ്ടമായിരിക്കുന്നു. ഞങ്ങളുടെ പിതൃഭവനം പോലും നഷ്ടമാക്കേണ്ടി വന്നു, ബാങ്കിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വലിയ സാമ്പത്തിക തകർച്ചയെ അഭിമുഖീകരിച്ചതായ ഒരു ഭവനം. അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നിക്കറും ഒരു ഉടുപ്പും മാത്രമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അമ്മ ഓരോ ദിവസവും അതലക്കി വൃത്തിയാക്കി നൽകും. എൻ്റെ ഷർട്ട്, അതിൻ്റെ സ്റ്റിഫ് അത് പൊടിഞ്ഞ് കീറിപ്പോകും. അതമ്മ വീണ്ടും തയ്ച്ച് തരും. വൃത്തിയോടെ ആ സ്കൂളിൽ ചെല്ലും. എന്നാൽ ഇനിയും തയ്ച്ചാൽ നിൽക്കാത്ത ഒരു പരിധി വന്നപ്പോൾ അമ്മ ആ സ്റ്റിഫിലുള്ള തുണി അങ്ങ് കീറിക്കളഞ്ഞു. നീ നാളെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ വെളുത്ത സ്റ്റിഫ്, ഉടുപ്പിൻ്റെ കളർ വേറെ. അന്ന് ആ ഫാഷൻ ഇറങ്ങിയിട്ടില്ല. അന്ന് ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറയുകയാണ്, വർക്കി, ഇത് നല്ല ഉടുപ്പാണല്ലോ, നല്ല ഫാഷനായിരിക്കുന്നു. ഞാനത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്കളിൽ എന്നെ പുലർത്താൻ ശക്തനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായി, ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻസ്, ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻസ്, നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ അതീതമായി, ദി ഓൾമൈറ്റി ഗോഡ് ഹു സസ്റ്റെയിൻ ആൻഡ് പ്രൊവൈഡ് വിൽ സസ്റ്റെയിൻ ആൻഡ് പ്രൊവൈഡ് ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻസ്, ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻസ്. നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ അതീതമായി നമ്മളെ നടത്തുന്ന ദൈവം. എൻ്റെ പിതാവ് ഒരു നീതിമാനായ മനുഷ്യനാണ്.
ഒരു ഭക്തനായ മനുഷ്യനാണ്. എൻ്റെ അമ്മ അതുപോലെ തന്നെ. അമ്മ ഇന്ന് ഈ ലോകത്തിലില്ല. എന്നാൽ എൻ്റെ അച്ചായനും അമ്മയും അന്ന് ആ സാമ്പത്തിക തകർച്ച ഉണ്ടായ ആ ദിവസം, ആ രാത്രിയിൽ ഞങ്ങളെല്ലാവരെയും കൂട്ടി, ഞങ്ങൾ 4 മക്കളെയും എൻ്റെ സഹോദരിയും അന്ന് വീട്ടിലുണ്ട്, മഹാരാജാസ് കോളേജിൽ പഠിക്കുകയാണ്. ഞങ്ങളെ 4 സഹോദരന്മാരെയും സഹോദരിയെയും കൂട്ടി ആ രാത്രിയിൽ, ആ സാമ്പത്തിക തകർച്ചയുണ്ടായ ആ ദിനത്തിൽ ഒരുമിച്ച് കയ്യിൽ കോർത്ത് നിർത്തി ആ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അച്ചായൻ പാടിയ ഒരു പാട്ടുണ്ട്. ക്രിസ്തീയ കീർത്തനത്തിലെ ഒരു പാട്ടാണ്. ആ പാട്ടിങ്ങനെയാണ്: യേശുവാരിലു മുന്നതനാമേ നാൽമസഖാവവനേ തായ്മറക്കാമെങ്കിലുമെന്നെ മറക്കാ സ്നേഹിതനേ ഏവരുമെന്നെ കൈ വെടിഞ്ഞാലും യേശു താനെ അരികിൽ കാണും. ഏതു ഖേദവും തീരും ഞാൻ തിരുമാറിൽ ചാരിടും ഞാൻ. യേശുവാരിലുമുന്നതനാമേ നാൽമസഖാവനേ തായ്മറക്കാമെങ്കിലുമെന്നെ മറക്കാ സ്നേഹിതനേ ഏവരുമെന്നെ കൈവെടിഞ്ഞാലും യേശു താനെ നരികിൽ കാണും. ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. യഹോവയെങ്കിലേക്ക് നോക്കുക, അവനായി കാത്തിരിക്കുക. എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും എൻ്റെ യേശു എനിക്ക് വെളിച്ചമാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ യേശു എന്നെ നടത്തുന്ന വഴികൾ, വിധങ്ങൾ എത്രയോ അനുഗ്രഹീതമാണ്. ആരും എൻ്റെ അടുത്തേക്ക് വരുവാനില്ലാത്തപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നവൻ, ആരും എന്നെ ആശ്വസിപ്പിക്കാനില്ലാത്തപ്പോൾ എൻ്റെ അടുത്തേക്ക് ആശ്വസിപ്പിക്കുവാൻ വരുന്നവൻ, ആരും എന്നെ ക്ഷണിക്കുവാനില്ലാത്തപ്പോൾ എന്നെ ക്ഷണിക്കുന്നവൻ, എനിക്ക് വേണ്ടി അത്യത്ഭുതമായി നന്മകൾ നൽകുന്നവൻ, അപ്പക്കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത രൂത്തിൻ്റെ ജീവിത അവസ്ഥ, അവിടെ നിന്നും ഒരു പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക്, അവളുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തായി ഒരു പറ യവവുമായി നിൽക്കുന്ന അവളുടെ അവസ്ഥ. എന്നെ പുലർത്തുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ കരുതുന്നവൻ, എൻ്റെ പ്രതീക്ഷകൾക്കും എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾക്കുമൊക്കെ അപ്പുറത്തായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നമ്മളെ തന്നെ നമുക്ക്
ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. 2014 കൺവെൻഷൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതയാത്രകളിൽ ആര് കൈവിട്ടാലും കൈവിടാത്ത നിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവരെല്ലാം അവരുടെ ആ വലതുകരം ആ നെഞ്ചോട് ചേർത്ത് പിടിക്കട്ടെ. യേശുവേ, നീ എന്നെ നയിക്കണം, നീ എന്നെ പരിപാലിക്കണം എന്നാഗ്രഹിക്കുന്നവരെല്ലാവരും അവരുടെ കരങ്ങൾ ആ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് വെക്കട്ടെ. ആ ഇടതുകരം ഒന്ന് ഉയർത്തട്ടെ. എൻ്റെ യേശുവിനായി, എൻ്റെ യേശുവിനായി. എൻ്റെ യേശുവിനെ പരിപാലിക്കും. അവൻ അന്ത്യം വരെ പരിപാലിക്കാൻ വിശ്വസ്തനാണ്. നമുക്ക് ഒരു സമർപ്പണ ഗാനം ആ കൈപൊക്കിയ എല്ലാവരും യേശുവിൻ്റെ കർത്തൃത്വം ആഗ്രഹിക്കുന്നവർ എല്ലാവരും ആ ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആ സമർപ്പണ ഗാനം ഈ കൊയറിന്റെ പിന്നാലെ നമുക്ക് ഏറ്റുചൊല്ലാം. ആ ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി നിൽക്കട്ടെ. ആ ഹൃദയം, ആ കരങ്ങൾ നെഞ്ചോട് ചേർന്നിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അലസാൻഡ്രോ തോമസ് അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്ന വലിയവനായ ദൈവമാകയാൽ സ്തോത്രം. ദൈവമേ കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിന്റെ അത്ഭുതമേറിയ വചനം കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കിയ ദൈവമാകയാൽ സ്തോത്രം. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും വ്യാപരിച്ച ദൈവികമായ നന്മയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധാരാധനയിലൂടെ, തിരുവചന ധ്യാനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ കടശി യോഗത്തിൽ നിന്റെ ആത്മാവിൻ്റെ കൃപയാൽ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഇടയാക്കിയ ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ കർത്താവേ, യേശുവിൻ്റെ സന്നിധിയിൽ വരുന്നതിനപ്പുറമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളെ ഇടയാക്കിയതിനാട് സ്തോത്രം. ബോവസിൻ്റെ ആ ദൈവികമായ അനുഭവത്തിലൂടെ രൂത്തിനും നവോമിക്കും ലഭിച്ചതായ ദൈവികമായിട്ടുള്ള പ്രവേശനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കിയതിനാട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെപ്പോഴും സ്വീകരിക്കുന്ന കർത്താവാകയാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ തൊടുന്ന കർത്താവാകയാൽ സ്തോത്രം. ഞങ്ങളെ നോക്കുന്നവനാകയാൽ സ്തോത്രം. ഞങ്ങളെ അറിയുന്നവനാകയാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഞങ്ങളോട് ചേർന്നിരിക്കുന്ന ദൈവം നീയാകയാൽ സ്തോത്രം. ഞങ്ങളെ നിൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന ദൈവം അവിടുന്നാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ കൃപകൾ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത അനുഭവങ്ങളിലൂടെ തിരുവചനം ഘോഷിക്കുവാൻ തക്കവണ്ണം
പ്രിയ സ്തെഫാനോസ് തിരുമേനിയെ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ആരിലും ഉന്നതവാനാണെന്ന് പ്രിയദാസന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ, ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ വയ്ക്കുമ്പോൾ നിന്റെ ആത്മാവിൻ്റെ കരുണയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നദ്ധിയിൽ തിരുവത്താഴ ശുശ്രൂഷയിലൂടെയും തിരുവചനത്തിൽ ധ്യാനത്തിലൂടെയും ഞങ്ങളെ അനുഗ്രഹിച്ച ബർന്നബാസ് തിരുമേനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇതിന് സംഘാടകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവേ, അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ചതായ കൊച്ചു കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, പ്രായമുള്ളവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മലബാറിൻ്റെ മണ്ണിൽ അത്ഭുതകരമായിട്ട് 60 വർഷം ഈ കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയ ദൈവം നീയാകയാൽ സ്തോത്രം. തലമുറകളെ അനുഗ്രഹിച്ചവനായ ദൈവം ആ അത്ഭുതമേറിയ കരം കൊണ്ട് എന്നും അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. നിന്റെ നിത്യസാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ, അനുഗ്രഹമുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, ഇന്ന് സമാപന സന്ദേശത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ സ്പർശിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ വയ്പ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. അവിടുന്ന് കരം പിടിച്ച് നടത്തുന്ന ദൈവം, നിന്റെ സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ അവസാനമല്ല, ഒരു വലിയ തുടക്കമാണ്. ഞങ്ങളുടെ തലമുറകൾക്ക് അത് വിളക്ക്